ശരി, ശ്രീ കെ സി ഉമേഷ് ബാബു, പി ജയരാജന് ആരുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണോ മനു ആരോപിച്ചത്? അവർ തന്നെയാണ് ഇപ്പോൾ പി ജയരാജന് പിന്തുണയുമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് നൽകുന്ന സൂചന വളരെ വ്യക്തമല്ലേ? അല്ല, അത് ഭഗവത്ഗീതയിലെ പഴയ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. അത് ഈ പറയുന്ന ഭയവും സംഭ്രമവും ഉണ്ടാകുമ്പോൾ ബുദ്ധി നശിക്കും. ബുദ്ധി നശിക്കുക എന്ന് പറഞ്ഞാൽ സർവനാശമായിരിക്കും എന്നാണ്. വളരെ പഴയതാണ് ഭഗവത്ഗീതയിലെ ഈ പറയുന്ന ശ്ലോകം. അപ്പൊ അതുകൊണ്ട് ഈ ഭയവും സംഭ്രമവും കൊണ്ട് നശിക്കുന്ന നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും ഒരു ചിത്രമാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഈ മനു തോമസ് നേരത്തെ ഇവരൊക്കെ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരായിട്ട് DYFI ജാഥ നടത്തിയിട്ട് അതിന്റെ ജില്ലാ പ്രസിഡന്റായ മനു തോമസ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് ഫ്യൂസ് ഊരിയിട്ട് ആ പരിപാടി തടസ്സപ്പെടുത്തിയതാണ് ഈ ഇപ്പോഴത്തെ കൊട്ടേഷൻ സംഘക്കാർ ചെയ്തിട്ടുള്ള ഏറ്റവും CPMന്റെ വിപ്ലവ പ്രവർത്തനമായിട്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മനു തോമസ് DYFIയുടെ ജില്ലാ പ്രസിഡന്റാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. DYFI പോലൊരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സംസാരിച്ചേക്കുമ്പോൾ പരസ്യമായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് ആ പ്രസംഗം തടയണമെങ്കിൽ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ കരുത്ത് അത്രയായിരിക്കണം. അതിനുശേഷമാണ് ഈ കണ്ണൂർ പാർട്ടിയിൽ ഈ പ്രശ്നം ഉയർന്നു വരികയും മനു തോമസ് പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ജയേന്ദ്രനോടൊക്കെ പറയാനുള്ളത്, ഈ സെലക്റ്റീവായിട്ട് മാത്രം സംസാരിക്കല്ല ജയേന്ദ്രനെ പോലൊരാള്. അതാണ് ഞാൻ പലരെയും തീരെ പരിഗണിക്കാറ് പോലുമില്ല. പക്ഷെ ജയചന്ദ്രൻ അങ്ങനെ ഒരാളാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇവിടുന്നാണ് ഈ കണ്ണൂരിലെ ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇങ്ങനെ DYFIയുടെ ജില്ലാ ഈ അന്ന് പാർട്ടി സെക്രട്ടറി ഈ പി ജയരാജനാണ്. പഴയ കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പി ജയരാജന്റെ കാറിന് നേരെ ഒരു കല്ല് വന്ന് വീണു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒരു മുസ്ലിം ലീഗുകാരനായ ഒരു പാവം പയ്യനെ പിടിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് ഒരു പകല് മുഴുവൻ വിചാരണ ചെയ്തിട്ട് വെട്ടിക്കൊന്നത്. അത് ചെയ്ത പാർട്ടിയാണ്. DYFI ജില്ലാ പ്രസിഡന്റ് സംസാരിച്ച് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് അയാളെ പരിപാടി തടഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ അതിന് മാത്രം കരുത്തെന്താണ്? ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ, പി ജയരാജന്റെ കാറിന് കല്ല് വന്നെന്ന് പറയുമ്പോൾ ഒരു പയ്യൻ 17 വയസ്സുള്ള ഒരു പയ്യനെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നതല്ലേ. ഒരു പകലൊരു വീട്ടിൽ തടഞ്ഞ് അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുഴ കടക്കുമ്പോൾ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ തടഞ്ഞു വെച്ചിട്ട് 100 200 വരുന്ന ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് വിചാരണ നടത്തി വെട്ടിക്കൊന്ന സംഭവമുണ്ട്. അത് ഈ ജയരാജൻ ചെയ്തതാണല്ലോ, ജില്ലാ സെക്രട്ടറി. ജയരാജന് വാട്സാപ്പിൽ ഈ പറഞ്ഞ ചിത്രം അയച്ചു കൊടുത്തിട്ടാണ് പയ്യനെ വെട്ടിക്കൊന്നത്, ഉറപ്പുവരുത്തിയിട്ട് ഇയാളാണ് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട്. പിറ്റേന്ന് ഈ പറയുന്ന പാർട്ടിയുടെ സർവ്വ ജിഹുകളിലും പി ജയരാജനെ കല്ലെറിഞ്ഞ ആള് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വന്നത്. പിന്നീട് തെളിഞ്ഞു ഇതിൽ അയാൾക്ക് ഈ പയ്യന് യാതൊരു പങ്കുമില്ല. അയാള് പ്രശ്നം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാണ്. അയാളാണ് പിടിച്ചു കൊണ്ടുപോയി കൊന്നത്. അതേ സ്ഥാനത്താണ് ഈ പറയുന്ന DYFIയുടെ ജില്ലാ പ്രസിഡന്റിന്റെ പരിപാടി പരസ്യമായി തടസ്സപ്പെടുത്തിയ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരായിട്ട് ഒന്നും ഇല്ലാത്തപ്പോഴാണ് അതിനൊരു അഭിമാന പ്രശ്നമുണ്ട്. അതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതാണ് DYFIയുടെ മനു തോമസ് എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം തോന്നി. DYFI എന്ന് പറയുന്ന സംഘടനയെ പ്രസിഡന്റിനെ അവമാനിക്കുമ്പോൾ സംഘടനയെ അവമാനിക്കുകയാണ്. അങ്ങനെ ആരും ചെയ്യാറില്ല. ഏതെങ്കിലും പാർട്ടിക്കാർ ഈ പറയുന്ന എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ അവിടെ പോയി ഇങ്ങനെ ചെയ്യാൻ ആരെങ്കിലും ഇപ്പോഴത്തെ കേരളത്തിൽ മുതിരാറുണ്ടോ? എൻ്റെ അറിവിലില്ല. ഏത് ചെറിയ സംഘടനയുടെയും നേതാക്കന്മാർ പ്രസംഗിച്ചിരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ജനാധിപത്യ രീതി. അതിൽ തടഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെയാണ് മനു തോമസ് ഇതിന്റെ പിറകിൽ ആരാണ്, എന്താണ് ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ കരുത്ത് എന്നൊക്കെ പറഞ്ഞത് അന്വേഷിച്ചിട്ട് പരാതിയുമായിട്ട് പാർട്ടിക്ക് അകത്തുന്നയിച്ചതാണ്. എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ CPM എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അന്നും ഇന്നും ഒക്കെ അറിയുന്ന ഒരു സംവിധാനമല്ലേ. ശരി, മനു തോമസ് ഇപ്പോൾ അറിയാം. അതുകൊണ്ട് അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കാം. അങ്ങനെ പരാതി ഉന്നയിച്ചു. ആ പരാതിയിൽ ഒരു നടപടി ഇല്ലാതായപ്പോൾ സാധാരണഗതിയിൽ ആത്മാഭിമാനമുള്ള മനുഷ്യർ സ്വീകരിക്കുന്ന ഒരു വഴിയുണ്ട്. എന്താ വഴി ചോദിച്ചാൽ എന്നാ നിർത്തിപ്പോകാം, വിട്ടുപോകാം എന്നുള്ളതാണ്. അത് ഒരു മനഃശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ അഭിമാനികളായ മനുഷ്യരെ ഇപ്പോൾ മാത്രമല്ല, കേരള ചരിത്രത്തിൽ എത്രയോ മനുഷ്യന്മാര് പല പാർട്ടികളിലും മറ്റു പല സ്ഥാപനങ്ങളിലും പത്രാഫീസിൽ ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. ഇറങ്ങിപ്പോകുക എന്നുള്ളത് ഇപ്പോ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ.
ഗുരു ശ്രീനാരായണൻ അദ്ദേഹത്തിന്റെ പേരിൽ 1903 ഉണ്ടായിത്തീർന്ന സംഘടനയിൽ ഒരു കത്തെഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് യോജിക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ ആത്മാഭിമാനികളായ മനുഷ്യർ, തത്വദീക്ഷയുള്ള മനുഷ്യർ, അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, ഒരാൾ മാത്രമല്ല. അപ്പൊ അങ്ങനെ അതൊരു വഴിയാണ്, മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ മനുഷ്യർ സ്വീകരിക്കുന്ന ഒരു വഴിയാണ്. ശരി, ആ ഇറങ്ങിപ്പോകലും വഴിയാണ് ഒരു മനു രാഷ്ട്രീയമാണ്. സ്വീകരിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.